Welcome to MIC Arts and Science College online classroom. Dear students, in our fifth semester, we have to study 5 subjects and an open course paper from various other departments. In our subject, we have to study management accounting, income tax law and accounts, business research, and 2 elective paper. In the subject of income tax, the syllabus mainly cover the basic introductions of income tax, various heads of income of assessee such as income from salary, income from house property, income from business and profession, income from capital gain, and income from other sources. The syllabus also includes the residential status of assessee, exempted income from income tax, calculation of agricultural income, and deductions of income tax under section 80C to 80U. In our first chapter, we have to cover the basic introductions of income tax. In this topic, the first area is what is tax. As all we know that the government always require a huge amount of public revenue for meeting the public expenditure such as developmental requirement of society, social welfare measures of government, modernization of governmental services, payment of salary and pension, allocation of fund for military expenses, agricultural operations, transportation and communication, medical insurance and banking sectors, and other socially relevant areas. For these all purpose, the government require huge amount of public revenue. The government of India mainly depends upon the tax as the main source of income. The basic meaning of tax is a compulsory contribution from people towards the expenses incurred by government for the benefits of society. ഫിഫ്ത്ത് സെമിസ്റ്റർ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിക്കൊണ്ടും 5 പേപ്പേഴ്സാണ് പഠിക്കാനുള്ളത്. അതിൽ ഇൻകം ടാക്സ് എന്നുള്ള പേപ്പറിൽ നമുക്ക് പ്രധാനമായിക്കൊണ്ടും ഒരു അസസ്സിയെ സംബന്ധിച്ചിടത്തോളം, ഇൻകം ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വ്യത്യസ്ത മേഖലയിൽ നിന്നായിക്കൊണ്ടുള്ള ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകത്തിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കവർ ചെയ്യാനുള്ളത് ജനറൽ ഇൻട്രൊഡക്ഷൻസ് ഓഫ് ഇൻകം ടാക്സ് എന്നുള്ളത്. ഇതിൽ എന്താണ് ടാക്സ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു കോമ്പണൻസ് ആയിക്കൊണ്ട് കവർ ചെയ്യുന്നത്. നമുക്കറിയാം, രാജ്യത്ത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കണ്ടക്ട് ചെയ്യാൻ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പബ്ലിക് റവന്യൂ ഗവൺമെൻറ് എല്ലായ്പ്പോഴും ആവശ്യമായിട്ട് വരാറുണ്ട്. ഇത്തരം പബ്ലിക് റവന്യൂ ഗവൺമെൻറ് പ്രധാനമായിക്കൊണ്ടും ടാക്സ് പോലുള്ള സോഴ്സിൽ നിന്നാണ് മെയിനായിക്കൊണ്ട് കളക്ട് ചെയ്യപ്പെടാറുള്ളത്. ഇവിടെ ടാക്സ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പ്രോപ്പറായിക്കൊണ്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ആളുകളിൽ നിന്നും നിർബന്ധമായിക്കൊണ്ടും കളക്ട് ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് ടാക്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഒരു സോഷ്യൽ ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ പല ഒക്കേഷൻസിൽ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ടാക്സ് അടക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ആളുകളിൽ നിന്നും ഗവൺമെൻറ്റൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി നിർബന്ധമായിക്കൊണ്ട് കളക്ട് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ടാക്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ദ സെക്കൻഡ് ക്യാപ്ഷൻ ഈസ് ഫീച്ചേഴ്സ് ഓഫ് ടാക്സ്. പ്രധാനമായിക്കൊണ്ടും ടാക്സ് എന്നുള്ള ജനറൽ കോമ്പോണൻസിനെ സംബന്ധിച്ചുള്ള ഒരു 2-3 ഫീച്ചേഴ്സുകളാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഈസ് എ കമ്പൽസറി പേയ്മെൻറ്റ്. നമുക്കറിയാം, ടാക്സ് എന്നുള്ളത് ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് അല്ല. ഒരു നിശ്ചിത ഇൻകത്തിൻ്റെ മുകളിലുള്ള ആളുകളെല്ലാം നിർബന്ധമായിക്കൊണ്ടും ഗവൺമെൻറ് മുൻകൂട്ടി നിശ്ചയിച്ച ടാക്സ് റേറ്റിൽ കമ്പൽസറി ആയിക്കൊണ്ട് ടാക്സ് അടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിക്കൊണ്ട് ഗവൺമെൻറ് ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഗുഡ്സിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന ടാക്സ് നമ്മൾ കമ്പൽസറി ആയിട്ട് അടക്കേണ്ടതായിട്ടുണ്ട്. സോ ടാക്സ് ഈസ് എ കമ്പൽസറി പേയ്മെൻറ്റ്. ആൻഡ് സെക്കൻഡ് ഫീച്ചർ ഈസ് ഇറ്റ് ഈസ് ലെവീഡ് ടു മീറ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. നമ്മൾ ആൾറെഡി സൂചിപ്പിച്ചു, ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാ പബ്ലിക് എക്സ്പെൻഡിച്ചർ പ്രോഗ്രാംസിനും പ്രധാനമായിക്കൊണ്ടും ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നത് ടാക്സ് എന്നുള്ള റവന്യൂ സോഴ്സസിനാണ്. ഇവിടെ ടാക്സ് പ്രധാനമായിക്കൊണ്ടും ഈടാക്കുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദ തേർഡ് ഫീച്ചർ ഈസ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സ് സ്ട്രക്ചർ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ടാക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്നുള്ളത് പല പേരുകളിൽ പല രൂപത്തിലുള്ള ടാക്സുകളാണ് നമ്മൾ ഒരു അസസ്സി എന്നുള്ള രീതിയിൽ, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിലേക്ക് അടക്കാറുള്ളത്.
ചില ടാക്സുകൾ സെൻട്രൽ ഗവൺമെൻറ് ഈടാക്കാറുണ്ട്, ചില ടാക്സുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ പർപ്പസിന് വേണ്ടി നമ്മൾ പല പേരുകളിലായിക്കൊണ്ട് പല ഒക്കേഷൻസിൽ പല രൂപത്തിലുള്ള ടാക്സ് അടക്കാറുണ്ട്. അതാണ് നമ്മൾ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സ് സ്ട്രക്ചർ എന്നുള്ള ഉദ്ദേശം. ആൻഡ് ദ ഫോർത്ത് ഫീച്ചർ ഈസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്. നമുക്കറിയാം ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റം എന്നുള്ളത് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും കൂടിയിട്ടുള്ളതാണ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാക്സ് പെയർ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കുന്നതിനാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. അറ്റ് ദി സെയിം ടൈം ഇൻഡയറക്റ്റ് ടാക്സ് മീൻസ് ദ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഈസ് മെയ്ഡ് ത്രൂ ആൻ ഇൻ്റർമീഡിയറി ലൈക്ക് ട്രേഡേഴ്സ്, അതർ ടൈപ്പ് ഓഫ് സർവീസ് പ്രൊവൈഡേഴ്സ്. ഈ രീതിയിൽ രണ്ട് രൂപത്തിലുള്ള ടാക്സുകൾ രാജ്യത്ത് അവൈലബിൾ ആണ്. ആൻഡ് ദ നെക്സ്റ്റ് ഫീച്ചർ ഈസ് ലാർജ് ഷെയർ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ്. രാജ്യത്തുള്ള ടാക്സ് ഇനത്തിലുള്ള വരുമാനത്തിൽ മെജോറിറ്റി പോർഷൻ എല്ലായ്പ്പോഴും കവറപ്പ് ചെയ്യാറുള്ളത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതിൻ്റെ കാരണം നമ്മുടെ രാജ്യത്തുള്ള മൊത്തം പോപ്പുലേഷൻ്റെ വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ മാത്രമേ ഡയറക്റ്റ് ടാക്സ് ആയിട്ടുള്ള ഇൻകം ടാക്സ് കണ്ടക്ട് ചെയ്യപ്പെടാറുള്ളൂ, ഇൻകം ടാക്സിൻ്റെ പേയ്മെൻറ്റ് പെർഫോം ചെയ്യപ്പെടാറുള്ളൂ. അതിൻ്റെ കാരണം ഇൻകം ടാക്സ് ഒരു നിശ്ചിത വരുമാനത്തിൽ കൂടുതലുള്ള ആളുകൾക്ക് മാത്രമേ അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. രാജ്യത്തുള്ള പൊതുവെയുള്ള ആളുകളുടെ ഒരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റി ആളുകളും ബേസിക് സ്ലാബ് ലിമിറ്റ്സിൻ്റെ താഴെ വരുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇൻകം ടാക്സിൻ്റെ പേയ്മെൻറ്റ് വളരെ കുറഞ്ഞ ആളുകളിൽ നിന്ന് മാത്രമേ സാധാരണഗതിയിൽ കണ്ടക്ട് ചെയ്യപ്പെടാറുള്ളൂ. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ടുള്ള നമ്മൾ സാധാരണഗതിയിൽ GST, അതുപോലെ തന്നെ മുമ്പ് നിലവിലുണ്ടായിരുന്ന വാറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, ഇങ്ങനെയുള്ള വ്യത്യസ്ത മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ഭാഗമായിക്കൊണ്ടും സെയിൽസ് ട്രാൻസാക്ഷൻ്റെ ഭാഗമായിക്കൊണ്ടും അതുപോലെ തന്നെ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ടൊക്കെ റുട്ടീനായിക്കൊണ്ട് നമ്മളെല്ലാവരും പല ഒക്കേഷൻസുകളായിക്കൊണ്ട് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കുന്നതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ടാക്സ് എമൗണ്ട് എന്നുള്ളത് ഇൻഡയറക്റ്റ് ടാക്സ് ഇനത്തിലാണ് കണ്ടക്ട് ചെയ്യപ്പെടാറുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് ഫീച്ചർ ഈസ് ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ ബോത്ത് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടാക്സുകൾ ചിലത് സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ചിലത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് കളക്ട് ചെയ്യപ്പെടാറുള്ളത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ഈടാക്കുന്ന ടാക്സ് എമൗണ്ടാണ്. അതേസമയം മുമ്പ് നിലവിലുണ്ടായിരുന്ന വാല്യൂ ആഡ് ടാക്സ് എന്നുള്ള പർച്ചേസിങ്ങിൻ്റെ സമയത്ത് നമ്മൾ അടക്കാറുള്ള ടാക്സ് എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഈടാക്കിയിരുന്നത്. ഇപ്പോൾ നിലവിൽ വാറ്റ് എന്നുള്ളത് GSTയിൽ ലയിപ്പിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് വാറ്റ് സിസ്റ്റം ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിക്കൊണ്ടും ഫീച്ചേഴ്സ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ദ നെക്സ്റ്റ് area is what is the aim or objectives of taxation in India. എന്താണ് നമ്മുടെ രാജ്യത്ത് ടാക്സ് സിസ്റ്റം കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ കവറപ്പ് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ നമ്മൾ 3-4 ഒബ്ജക്റ്റീവ്സിലാണ് മെയിനായിക്കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദ ഫസ്റ്റ് പോയിൻറ്റ്, ജനറേറ്റിംഗ് റവന്യൂ ഫോർ ഗവൺമെൻറ്. നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പബ്ലിക്കിൻ്റെ ഭാഗമായിക്കൊണ്ട് സൊസൈറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടി രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് പല രീതിയിലുള്ള അമൗണ്ടുകൾ ചിലവാക്കേണ്ടി വരുമ്പോൾ ഈ അമൗണ്ടുകളെല്ലാം പ്രധാനമായിക്കൊണ്ടും ഗവൺമെൻറ്റിൻ്റെ ഒരു റവന്യൂ എന്നുള്ള രീതിയിൽ ടാക്സിനെയാണ് എല്ലായ്പ്പോഴും ഡിപ്പെൻഡ് ചെയ്യപ്പെടാറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റവന്യൂ സോഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രധാനമായിക്കൊണ്ടും ടാക്സിനെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഈസ് പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് മണി ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഫ്യൂ. രാജ്യത്തുള്ള മൊത്തം വരുമാനം വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് ഓഫ് ആളുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ആ ഒരു പ്രോസസ്സ് കൃത്യമായിക്കൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ടാക്സ് സിസ്റ്റം ഇന്ത്യയിൽ റെഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വരുമ്പോൾ കൂടുതൽ വരുമാനമുള്ള ആളുകളിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്ത് തീരെ വരുമാനമില്ലാത്ത ആളുകളിലേക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകളും അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസും ഗവൺമെൻറ്റിന് ടാക്സ് സിസ്റ്റത്തിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആൻഡ് ദ തേർഡ് ഒബ്ജക്റ്റീവ് ഈസ് ഇൻക്രീസിങ് ദി ഹാബിറ്റ്സ് ഓഫ് സേവിങ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ദി പീപ്പിൾ. ആളുകളിൽ സേവിങ്സ് മെൻറ്റാലിറ്റി കൂടുതലായിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതും ടാക്സേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്സാണ്. നമുക്കറിയാം ചില മേഖലയിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ചില മേഖലയിലെല്ലാം സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടാക്സ് ഫ്രീ ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കൊണ്ട് ഗവൺമെൻറ് ട്രീറ്റ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ ആയിക്കൊണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ LICയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മ്യൂച്വൽ ഫണ്ടുകളിൽ, ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകളിൽ, അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റീസ് സ്കീമുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ അതൊക്കെ ടാക്സ് ഫ്രീ സെക്യൂരിറ്റി ആയിക്കൊണ്ട് പ്രൊവൈഡ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ആളുകളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ സേവിങ് ഹാബിറ്റ്സ് കൂടുതലായിക്കൊണ്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതും ടാക്സേഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സാണ്. ആൻഡ് നെക്സ്റ്റ് പോയിൻറ്റ്, സ്പീഡി എക്കണോമിക് ഡെവലപ്മെൻറ്റ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി എന്നുള്ളത് പലപ്പോഴും ടാക്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്സായിട്ട് വരാറുണ്ട്. സാമ്പത്തികമായി കൊണ്ട് രാജ്യം പുരോഗതിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സെക്ടറുകളും, പ്രൈമറി സെക്ടർ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ, അതുപോലെ തന്നെ ടെർഷ്യറി സെക്ടർ എല്ലാം കൃത്യമായി കൊണ്ട് പ്രോഗ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ്സിന് ആവശ്യമായിട്ടുള്ള നെസസറി എമൗണ്ട് കൃത്യമായി കൊണ്ട് ഗവൺമെൻറ്റിൽ നിന്നും പ്രൊവൈഡ് ചെയ്ത് കിട്ടിയെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് പലപ്പോഴും പോസിബിൾ ആവാറുള്ളൂ. അപ്പോൾ ടാക്സ് വളരെ പ്രോപ്പറായിക്കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്സ് കൃത്യമായി കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് പോയിൻ്റ് ഈസ് ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇൻകം ടാക്സിൻ്റെ അല്ലെങ്കിൽ ടാക്സിൻ്റെ ഒരു പൊതുവിലുള്ള ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് പബ്ലിക് റവന്യൂ ഗവൺമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിലൂടെയും ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന വ്യത്യസ്ത ബിസിനസ് ഓർഗനൈസേഷൻസിലൂടെയും രാജ്യത്ത് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് കൃത്യമായ രൂപത്തിലുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. Next topic is the structure of taxes in India or classification of tax in India. നമുക്കറിയാം ഇന്ത്യയിലെ ടാക്സ് സ്ട്രക്ചർ എന്നുള്ളത് ലോകത്ത് തന്നെ ഏറ്റവും വളരെ ഇഫക്റ്റീവ് ആയിക്കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് ടാക്സ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ടാക്സ് സ്ട്രക്ചർ ബേസിക്കലി വി ക്യാൻ ക്ലാസിഫൈ ഇൻ ടു 2 types. First one is that direct tax and second one indirect tax. Direct tax means the individual or taxpayer paid tax directly to the government. There is no intermediary in between taxpayer and government. While as in the case of indirect tax, the payment of tax is made by taxpayer through an intermediary like traders or service providers. നേരിട്ട് ടാക്സ് പെയർ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്നത്. അറ്റ് ദ സെയിം ടൈം നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കുന്നതിന് പകരം ഒരു ഇൻ്റർമീഡിയറ്റ് സഹായത്തോടു കൂടി ടാക്സ് അടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് ടാക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു 1-2 എക്സാമ്പിൾസുകളാണ് അതിൻ്റെ സ്ലൈഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് ടാക്സ് മുമ്പ് പല രീതിയിലുള്ള ടാക്സുകൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ പ്രധാനമായിക്കൊണ്ടും 2 ടാക്സുകളാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇൻകം ടാക്സ് എന്നുള്ളതും ആൻഡ് സെക്കൻഡ് വൺ വെൽത്ത് ടാക്സ്. വെൽത്ത് ടാക്സിൻ്റെ കേസിൽ അത് നിലവിലില്ലാത്തൊരു ടാക്സ് സിസ്റ്റമാണ്. വെൽത്ത് ടാക്സ് ഈസ് അബോളിഷ്ഡ് ഇൻ 2015 and 16 ഫിനാൻഷ്യൽ ഇയർ. അറ്റ് ദി സെയിം ടൈം ഇപ്പോൾ നിലവിൽ ഇൻകം ടാക്സ് ആണ് ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ടാക്സിന് മെൻഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ആസ് ഇൻ ദി കേസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്, ഇറ്റ് മെയിൻലി കംപ്രൈസസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സ്. നമുക്ക് പ്രധാനമായിക്കൊണ്ടും ഇൻഡയറക്റ്റ് ടാക്സിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യപ്പെടുന്ന ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് ദ സെക്കൻഡ് വൺ സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ഇൻഡയറക്റ്റ് ടാക്സ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾസുകളായിക്കൊണ്ടാണ് നമ്മൾ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി എന്നുള്ള ടെർമിനോളജി മെൻഷൻ ചെയ്യും. അറ്റ് ദ സെയിം ടൈം സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യപ്പെടുന്ന ടാക്സുകളാണ് വാറ്റ്, അതുപോലെ തന്നെ CST സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ സെയിൽസ് ടാക്സ്. സെൻട്രൽ സെയിൽസ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സെൻട്രൽ ഗവൺമെൻറ് ചാർജ് ചെയ്യുന്ന ടാക്സ് ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യപ്പെടുന്ന ടാക്സ് എമൗണ്ടാണ്. ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിൻ്റെ കേസിൽ ഇൻ്റർ സ്റ്റേറ്റ് ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യപ്പെടുന്ന ടാക്സ് എമൗണ്ടാണ് സെൻട്രൽ സെയിൽസ് ടാക്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ള ടേമുകൾ എൻട്രി ടാക്സ്, ലക്ഷറി ടാക്സ്, ലോട്ടറി ടാക്സ് എക്സെട്ര. ഇങ്ങനെ വ്യത്യസ്ത ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിലും പൊതുവിൽ ഇൻഡയറക്റ്റ് ടാക്സുകളിലൊക്കെ ഒരു മെർജിങ് നടത്തിയതിന് ശേഷം ഇപ്പോൾ നിലവിൽ അതൊരു GST എന്നുള്ള പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് കൂടുതലായിക്കൊണ്ട് കാണാൻ സാധിക്കും. ഇതാണ് ഇന്ത്യയിലെ ഒരു ടാക്സ് സ്ട്രക്ചറായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്ത് എന്താണ് ഡയറക്റ്റ് ടാക്സ്, അതിൻ്റെ മീനിങ്.
നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡയറക്റ്റ് ടാക്സ് ഈസ് പെയ്ഡ് ബൈ people or individual directly to the government. The tax paid directly by individual or organization to the government. There is no intermediary in between government and taxpayer. ഇതിൻ്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആയിട്ടാണ് നമ്മൾ ഇൻകം ടാക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. The second component is indirect tax. Indirect tax means the tax paid by taxpayer through an intermediary. It means the government collects indirect tax from people through intermediaries like trader, service providers, etc. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സുകൾ എക്സാമ്പിൾ ആയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ 2017 ഓൺവേർഡ്സ് മുതൽ പ്രധാനപ്പെട്ട എല്ലാ ഇൻഡയറക്റ്റ് ടാക്സും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 2017 എന്നുള്ള ഒരു പുതിയ ടാക്സ് എലമെൻറ്റ്സ് ആണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഏരിയ ഈസ് ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. നമുക്ക് സാധാരണഗതിയിൽ ഇന്ത്യ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ടാക്സ് എന്നുള്ള ആശയം വളരെ ഇഫക്റ്റീവായിക്കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ടാക്സ് എന്നുള്ള ആശയം ഇന്ത്യയിൽ ആദ്യമായിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നു. ഐ മീൻ ഇൻകം ടാക്സ് എന്നുള്ള ഐഡിയോളജി ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ആയിക്കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ജെയിംസ് വിൽസൺ എന്നുള്ള പേഴ്സണാണ്. ജെയിംസ് വിൽസൺ എന്നുള്ള പേഴ്സണാണ് 1860 ഇന്ത്യയിൽ ആദ്യമായിക്കൊണ്ട് ഇൻകം ടാക്സ് എന്നുള്ള ഒരു ടെർമിനോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് ഇത്തരം ഒരു ഇൻകം ടാക്സ് എന്നുള്ള ആശയം ഇന്ത്യയിൽ കൊണ്ടുവരാൻ കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻസ് എന്നുള്ളത് 1857 ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിളാണ്. നമുക്കറിയാം, ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള മിലിറ്ററി ഓപ്പറേഷൻസ് ഇത്തരം സ്വാതന്ത്ര്യ സമര സേനാനികളെ അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ചിലവായി കണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ രീതിയിൽ ഒരു ഹ്യൂജ് എമൗണ്ട് മിലിറ്ററി എക്സ്പെൻസിന് ചിലവായി വന്നത് ഗവൺമെൻറ് റീകൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് ഇൻകം ടാക്സ് ചാർജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ 1857 ഐ മീൻ 1860 ഓൺവേർഡ്സ് മുതലാണ് ഇന്ത്യയിൽ ആദ്യമായിക്കൊണ്ട് ടാക്സ് സിസ്റ്റം, ഇൻകം ടാക്സ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് 1886 എ സെപ്പറേറ്റ് ഇൻകം ടാക്സ് ആക്ട് പാസ്. 1886 ഇന്ത്യയിലെ ഫസ്റ്റ് ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിക്കൊണ്ട് 2-3 രൂപത്തിലുള്ള ഇൻകം ടാക്സ് ആക്റ്റുകൾ ഇന്ത്യയിൽ നിലവിൽ വന്നു. 1918 പുതിയ ന്യൂ ഇൻകം ടാക്സ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1922 വീണ്ടും പുതിയ ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കി. 1922 ഇൻകം ടാക്സ് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി ഇന്ത്യയുടെ സ്വതന്ത്രമായിട്ടുള്ള ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കുന്നതുവരെ കണ്ടിന്യൂ ചെയ്തു പോന്നു. 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കുന്നത് 1961 1961 ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻകം ടാക്സ് ആക്ട് 1961 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. 1961 പാസ്സാക്കിയ ഇൻകം ടാക്സ് ആക്ട് 1962 1 ഏപ്രിൽ ഓൺവേർഡ്സ് മുതലാണ് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിൽ ഇതൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. എന്ന് മുതലാണ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്? ആക്ടിൻ്റെ ഇയർ 1961 അറ്റ് സെയിം ടൈം ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് വിത്ത് എഫക്റ്റ് ഫ്രം 1 ഏപ്രിൽ 1962 ഓൺവേർഡ്സ് മുതലാണ്. നെക്സ്റ്റ് ഹെഡിങ് ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ടാക്സസ്. 4-5 ഫീച്ചേഴ്സിലാണ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഇസ് എ ഡയറക്റ്റ് ടാക്സ്. നമുക്കറിയാം, ഒരു ഇൻ്റർമീഡിയറ്റ് അസിസ്റ്റൻസ് ഇല്ലാതെ ആരാണോ ടാക്സ് അടക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അസസി, ആരാണോ ടാക്സ് അടക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, അയാൾ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കുക എന്നുള്ളതാണ് ഇൻകം ടാക്സിൻ്റെ പ്രത്യേകത. ആൻഡ് സെക്കൻഡ് പോയിൻറ്റ്, ഇറ്റ് ഈസ് ലെവീഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, പല ടാക്സുകൾ ചിലത് സെൻട്രൽ ഗവൺമെൻറ് ചാർജ് ചെയ്യുന്നുണ്ട്, ചിലത് സ്റ്റേറ്റ് ഗവൺമെൻറ് ചാർജ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇൻകം ടാക്സ് എന്നുള്ളത് ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ചാർജ് ചെയ്യപ്പെടുന്ന ഈടാക്കുന്ന ടാക്സാണ്. അത് തേർഡ് പോയിൻറ്റ്, ഇറ്റ് ഇസ് എൻ ആനുവൽ ടാക്സ് ഓഫ് ഇൻകം. സാധാരണഗതിയിൽ പല ടാക്സുകളും വ്യത്യസ്ത ടൈം പീരീഡിൽ പേയ്മെൻറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈനാൻഷ്യൽ ഇയർ അവസാനിച്ചതിന് ശേഷം അടുത്ത വർഷം അസസ്മെൻറ്റ് ഇയറിലാണ് നമ്മളതിൻ്റെ ടാക്സ് അടക്കേണ്ടതായിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയറിലെ ഏൺ ചെയ്ത ഇൻകത്തിന് അടുത്ത വർഷമായിട്ടുള്ള അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് അസസ്മെൻറ്റ് ഇയറിലെ ടാക്സ് റേറ്റ് വെച്ചുകൊണ്ടാണ് ടാക്സ് അടക്കേണ്ടതായിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് പോയിൻറ്റ്, income of previous year is taxable in the next following
അസസ്മെൻറ്റ് ഇയർ. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പ്രീവിയസ് ഇയറിലുള്ള ഇൻകത്തിന് അടുത്ത അസസ്മെൻറ്റ് ഇയറിലാണ് നമ്മൾ ടാക്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ എന്നുള്ളത് 2020, 2021 എന്നുള്ളതാണ്. 2020 ഏപ്രിൽ 1 മുതൽ 2021 മാർച്ച് 31 വരെ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ ഈ ഒരു അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് കൊടുക്കുന്നത് നമ്മൾ 2019, 2020 ഫൈനാൻഷ്യൽ ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിനാണ് ഇപ്പോഴത്തെ അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിൻറ്റ്, ദ ടാക്സ് റേറ്റ് വർ ഫിക്സഡ് ബൈ ആനുവൽ ഫിനാൻസ് ബിൽ. നമുക്കറിയാം വർഷാവർഷങ്ങളിൽ ടാക്സിൻ്റെ റേറ്റും ടാക്സുമായി ബന്ധപ്പെട്ട റൂൾസുകളിൽ കൃത്യമായിട്ടുള്ള ചേഞ്ചസ് വരാറുണ്ട്. പ്രധാനമായിക്കൊണ്ടും ഫെബ്രുവരി അവസാനത്തിൽ അല്ലെങ്കിൽ മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ ഗവൺമെൻറ് എല്ലാ വർഷവും ബഡ്ജറ്റ് പ്രഖ്യാപിക്കാറുണ്ട്. ഈ ബഡ്ജറ്റിലാണ് ഇന്ത്യയുടെ ആനുവൽ ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കാറുള്ളത്. ഈ ആനുവൽ ഫിനാൻസ് ബില്ലിലാണ് ഓരോ വർഷത്തേക്കുമുള്ള ടാക്സിൻ്റെ റേറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൃത്യമായിക്കൊണ്ട് ഫിക്സ് ചെയ്യപ്പെടാറുള്ളത്. നെക്സ്റ്റ് പോയിൻറ്റ്, ടാക്സ് എക്സംപ്റ്റഡ് ലിമിറ്റ്. ടാക്സ് എക്സംപ്റ്റഡ് ലിമിറ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് എല്ലാ ആളുകൾക്കും ടാക്സ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യപ്പെടാറില്ല. ഒരു നിശ്ചിത എമൗണ്ടിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ ടാക്സ് അടക്കാനുള്ള ബാധ്യതയുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2,50,000 താഴെ ഇൻകമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 2,50,000 റുപ്പീസിൽ താഴെ വരുമാനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ടാക്സ് അടക്കുന്നതിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് പോയിൻറ്റ്, ഇൻകം ടാക്സ് ഇസ് ചാർജ്ഡ് ഓൺ സ്ലാബ് റേറ്റ്സ്. നമുക്കറിയാം ഇന്ത്യയിൽ ടാക്സ് എല്ലാ ജനങ്ങളും അല്ലെങ്കിൽ എല്ലാ കമ്പനികളും ഒരേ റേറ്റിലല്ല ടാക്സ് അടക്കാറുള്ളത്. ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വ്യക്തികൾ എല്ലാവരും ഒരേ റേറ്റിലല്ല ടാക്സ് അടക്കാറുള്ളത്. കൂടിയ വരുമാനമുള്ള ആളുകൾ കൂടിയ ശതമാനത്തിൽ ടാക്സ് അടക്കേണ്ടതായിട്ടുണ്ട്. കുറഞ്ഞ വരുമാനമുള്ള ആളുകൾ ചെറിയ റേറ്റ് ഓഫ് ടാക്സ് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യപ്പെടാറുള്ളൂ. അതായത് 2,50,000 മുകളിൽ അടുത്ത 2.5 ലക്ഷം വരെയുള്ള ആളുകൾക്ക് 5% ആണ് ടാക്സിൻ്റെ റേറ്റ്. അടുത്ത 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 20% ആണ് ടാക്സിൻ്റെ റേറ്റ്. 10 ലക്ഷത്തിന് മുകളിൽ ടാക്സ് ഇൻകമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, വരുമാനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 30% റേറ്റിലാണ് ടാക്സ് അടക്കാറുള്ളത്. ഒരു യൂണിഫോം ബേസിസിലല്ല ഇന്ത്യയിൽ ആളുകൾ ടാക്സ് അടക്കാറുള്ളത്, പകരം അവരുടെ സ്ലാബ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഈ പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ്, ദ മിനിമം പെർസെൻറ്റേജ് ഓഫ് ടാക്സ് ഈസ് 5 ആൻഡ് മാക്സിമം ഈസ് 30. അവിടെ നമ്മൾ 3 എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ബൈ മിസ്റ്റേക്കിൽ. 30 ആണ് മാക്സിമം പെർസെൻറ്റേജ് ഓഫ് ടാക്സ്. മിനിമം പെർസെൻറ്റേജ് ഓഫ് ടാക്സ് ഈസ് 5%. ഏറ്റവും ചുരുങ്ങിയത് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 5% ഓഫ് ടാക്സ് ആണ് പ്രൊവൈഡ് ചെയ്യപ്പെടാറുള്ളത്. അതേസമയം മാക്സിമം എമൗണ്ട് ഓഫ് ടാക്സ് എന്നുള്ളത് 30%. 30%-ന് മുകളിൽ ഇന്ത്യയിൽ ഇൻകം ടാക്സ് അടക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് പോയിൻറ്റ്, സർചാർജ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ഹൈ ഇൻകം ഗ്രൂപ്പ്. ഇന്ത്യയുടെ ഇൻകം ടാക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഉയർന്ന വരുമാനമുള്ള ആളുകൾ നിർബന്ധമായിക്കൊണ്ട് കൂടുതൽ എമൗണ്ട് ടാക്സ് അടക്കേണ്ടതായിട്ട് വരും. ഇവിടെ സർചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഓൺ ടാക്സ് എന്നുള്ളതാണ് നമ്മൾ സർചാർജ് കൊണ്ട് ഉദ്ദേശിക്കാറ്. ടാക്സ് അടക്കാനുള്ള ആളുകൾ ആ അടക്കേണ്ട ടാക്സിൻ്റെ മുകളിൽ വീണ്ടും ഒരു പേയ്മെൻറ്റ് ഓഫ് ടാക്സ് വീണ്ടും അഡീഷണൽ ആയിട്ട് അടക്കുക. ഇത് സ്പെസിഫിക്കലി ഹൈ ഇൻകമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ ഫോക്കസ് ചെയ്യപ്പെടേണ്ട ആവശ്യമുള്ളൂ. ഇന്ത്യയിൽ അപ് ടു 50 lakh റുപ്പീസ് വരെ ആനുവൽ ഇൻകമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സർചാർജ് ബാധകമല്ല. അറ്റ് ദി സെയിം ടൈം ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ പ്രീവിയസ് ഇയറിൽ 50 lakhൻ്റെ മുകളിൽ ഇൻകമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ടാക്സ് അടക്കുന്നതിൻ്റെ പുറമെ നിർബന്ധമായിക്കൊണ്ടും സർചാർജ് കൂടി അടക്കേണ്ടതായിട്ടുണ്ട്. സർചാർജിൻ്റെ റേറ്റാണ് നമ്മളവിടെ ബ്രാക്കറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 50 lakhൻ്റെ മുകളിൽ 1 കോടി വരെ, 50 lakh to 1 crore റുപ്പീസ് വരെ ആനുവൽ ഇൻകമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ടാക്സ് അടച്ച എമൗണ്ടിൻ്റെ മുകളിൽ 10% വീണ്ടും അഡീഷണലായിട്ട് സർചാർജ് അടക്കേണ്ടതായിട്ട് വരും. അറ്റ് ദി സെയിം ടൈം 1 crore മുകളിൽ ആനുവൽ ഇൻകമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ടാക്സ് അടച്ച എമൗണ്ടിൻ്റെ 15% വീണ്ടും സർചാർജ് ആയിട്ട് അടക്കേണ്ടതായിട്ട് വരും. വ്യക്തികൾക്ക് പുറമെ കമ്പനികൾക്കും പാർട്ണർഷിപ്പ് ഫേമിനും ഒക്കെ സർചാർജ് ബാധകമാണ്. എക്സാമ്പിളായിട്ട് പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം 1 കോടി റുപ്പീസ് വരെ സർചാർജ് ഇല്ല. 1 കോടിക്ക് മുകളിൽ ഇൻകം ഉള്ള പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം 12% എത്രയാണോ ടാക്സ് അടക്കാനുള്ളത് അതിൻ്റെ 12% വീണ്ടും അഡീഷണലായിട്ട് സർചാർജ് അടക്കേണ്ടതായിട്ട് വരും. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി ഇന്ത്യയിൽ ഡൊമസ്റ്റിക് കമ്പനിയും അതുപോലെ തന്നെ ഫോറിൻ കമ്പനിയായിട്ടും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇന്ത്യൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ദാറ്റ് മീൻസ് ഡൊമസ്റ്റിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 1 കോടി റുപ്പീസ് വരെ സർചാർജ് ബാധകമല്ല. 1 കോടി മുതൽ
10 കോടി റുപ്പീസ് വരെ 1 to 10 crore റുപ്പീസ് ആനുവൽ ഇൻകമുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം, ഡൊമസ്റ്റിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 7% ഓഫ് സർചാർജാണ് ടാക്സ് അടച്ച എമൗണ്ടിൻ്റെ പുറമെ സർചാർജായിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം 10 crores മുകളിൽ വരുമാനമുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 12% സർചാർജ് ഇൻകം ടാക്സ് അടച്ച എമൗണ്ടിൻ്റെ മുകളിൽ അടക്കേണ്ടതായിട്ട് വരും. ഫോറിൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യത്തെ 1 crore റുപ്പീസിന് സർചാർജ് ബാധകമല്ല. അതേസമയം 1 to 10 crore വരെ, 1 കോടി മുതൽ 10 crore വരെയുള്ള എമൗണ്ടിൻ്റെ മുകളിൽ 5% ആണ് സർചാർജ് 2% ആണ് സർചാർജ് അടക്കേണ്ടതായിട്ടുള്ളത്. 10 കോടിക്ക് മുകളിൽ വരുമാനമുള്ള ഫോറിൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 5% ആണ് ടാക്സ് അടച്ച എമൗണ്ടിൻ്റെ പുറത്ത് 5% ആണ് സർചാർജ് അടക്കേണ്ടതായിട്ടുള്ളത്. ഇതാണ് നമ്മൾ സർചാർജുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത കേസുകളിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള റേറ്റ് എന്നുള്ളത്. ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ആണ് നമുക്ക് നമ്മുടെ ഈ സെമസ്റ്ററിൽ കവർ ചെയ്യാനുള്ള പ്രധാനമായിട്ടും. ഇൻഡിവിജ്വൽസ് ആദ്യത്തെ 50 lakh റുപ്പീസിന് സർചാർജ് ബാധകമല്ല. 50 lakh റുപ്പീസിന് മുകളിൽ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ടാക്സ് അടച്ച എമൗണ്ടിന് പുറമെ സർചാർജ് കൂടി അടക്കാൻ റെസ്പോൺസിബിളാണ്. 50 lakh to 1 crore റുപ്പീസ് വരെയാണ് ഒരു വ്യക്തിയുടെ ഇൻകം എന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ടാണോ ആ ഇൻകത്തിന് അയാൾ ടാക്സ് അടച്ചത്, ആ ടാക്സിൻ്റെ 10% അഡീഷണലായിട്ട് വീണ്ടും സർചാർജ് അടക്കേണ്ടതായിട്ട് വരും. 1 കോടിക്ക് മുകളിൽ വരുമാനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര റുപ്പീസാണോ ടാക്സ് ആയിട്ട് അടച്ചത് അതിൻ്റെ പുറത്ത് 15% അഡീഷണലായിട്ട് വീണ്ടും സർചാർജ് അടക്കേണ്ടതായിട്ട് വരും. ഇതാണ് നമ്മൾ ഈ സർചാർജ് എന്നുള്ള ടേംസുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു അഡീഷണൽ പേയ്മെൻറ്റാണ് ടാക്സ് അടക്കുന്ന എല്ലാ അസസ്സിയും നിർബന്ധമായിക്കൊണ്ടും പേയ്മെൻറ്റ് ചെയ്യപ്പെടേണ്ട മറ്റൊരു പ്രൊവിഷനാണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്നുള്ളത്. എല്ലാ അസസ്സിയും എത്രയാണോ ടാക്സ് അടക്കുന്നത് ആ ടാക്സ് അടക്കുന്ന എമൗണ്ടിന് പുറമെ ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ സർചാർജ് ബാധകമായിട്ടുള്ള ആളുകളാണെങ്കിൽ ടാക്സ് പ്ലസ് സർചാർജിൻ്റെ പുറമെ 4% അഡീഷണലായിട്ട് സെസ് അടക്കേണ്ടതായിട്ടുണ്ട്. 4% എന്നുള്ളത് 3% എഡ്യൂക്കേഷൻ സെസ്സും 1% ഹെൽത്ത് സെസ്സും എന്നുള്ള രൂപത്തിലാണ് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാറുള്ളത്. ഇവിടെ ഇത് എല്ലാ അസസ്സിക്കും ബാധകമാണ്. സർചാർജ് പേയ്മെൻറ്റ് ചെയ്യുന്ന പോലെ കൂടുതൽ ഇൻകമുള്ള ആളുകൾ മാത്രം അടക്കേണ്ട എമൗണ്ട് അല്ല. ആരൊക്കെയാണോ ടാക്സ് അടക്കുന്നത് അവരൊക്കെ നിർബന്ധമായിക്കൊണ്ടും സെസ്സും അടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ടാക്സും സർചാർജും അടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ 2 എമൗണ്ടിൻ്റെ മുകളിലാണ് 4% സെസ് അടക്കേണ്ടതായിട്ടുള്ളത്. അതേസമയം ടാക്സ് അടച്ച് സർചാർജ് അടക്കാൻ ബാധ്യതയില്ലാത്ത ആളാണെങ്കിൽ എത്രയാണോ ടാക്സ് അടച്ച എമൗണ്ട് അതിൻ്റെ പുറത്ത് 4% നമ്മൾ സെസ് 4% പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് CBDT is the Administrative Authority of Income Tax. CBDT stands for Central Board of Direct Tax. ഇന്ത്യയിലെ ഇൻകം ടാക്സ് അതോറിറ്റിയുടെ കൺട്രോളിംഗ് ഏജൻസിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്നുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് പോയിൻറ്റ്, ദ റിബേറ്റ് ഓഫ് ഇൻകം ടാക്സ്. ദർ ഇസ് എൻ റിബേറ്റ് ഓഫ് ഇൻകം ടാക്സ്. ഇതൊരു ലെസ്സിങ് ഫിഗറാണ്. സാധാരണഗതിയിൽ ഇൻകം ടാക്സ് അടക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് റിബേറ്റിന് യോഗ്യത ഉണ്ടാവാണ്. ചെറിയ ടാക്സ് അടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ചെറിയ വരുമാനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ടാക്സ് അടക്കുന്ന എമൗണ്ടിൽ നിന്നും ചെറിയ എമൗണ്ട് റിബേറ്റ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യപ്പെടാറുണ്ട്. 5 ലക്ഷം റുപ്പീസ് വരെ വരുമാനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ഒരു റൂൾസ് ബാധകമായിട്ടുള്ളത്. 5 lakh റുപ്പീസ് വരെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എത്രയാണോ ടാക്സ് അടക്കുന്നത് അതിൻ്റെ പുറത്ത് മാക്സിമം 12,500 റുപ്പീസ് വരെ, 12,500 റുപ്പീസ് വരെ റിബേറ്റിന് യോഗ്യത ഉണ്ട്. അതായത് ആദ്യത്തെ 2.5 ലക്ഷം റുപ്പീസുള്ള ആളുകൾക്ക് ടാക്സ് അടക്കേണ്ടതില്ല. 2.5ക്ക് മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ ടാക്സ് അടക്കേണ്ടതുള്ളൂ. 2.5ക്ക് മുകളിലുള്ള അടുത്ത 2,50,000 റുപ്പീസിന് സാധാരണഗതിയിൽ 5% ചാർജ് ചെയ്യാറുള്ളത്. അതായത് 2.5 ലക്ഷത്തിൻ്റെ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,500 റുപ്പീസ് തന്നെ വരും. അപ്പോൾ ഫലത്തിൽ 5 ലക്ഷം റുപ്പീസ് വരെ വരുമാനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ടാക്സ് എമൗണ്ട് കൃത്യമായി കൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല എന്നർത്ഥം. ഇവിടെ ഇത് ഈ 5 ലക്ഷം വരുമാനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ബാധകമായിട്ടുള്ളത്. പരമാവധി എമൗണ്ടാണ് 12,500 എന്നുള്ളത്. എത്രയാണോ ടാക്സ് അടക്കാനുള്ള എമൗണ്ട് അതോ അല്ലെങ്കിൽ 12,500 ഇതിൽ ഏതാണോ ചെറിയ ഫിഗർ വരുന്നത് ആ എമൗണ്ടാണ് സാധാരണഗതിയിൽ റിബേറ്റ് ആയിക്കൊണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവർ നെക്സ്റ്റ് ഹെഡിങ് ഹെഡ്സ് ഓഫ് ഇൻകം ഇൻ ഇൻകം ടാക്സ്. ഇൻകം ടാക്സിലെ ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകംസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ വ്യത്യസ്ത ഹെഡ്സ് ഓഫ് ഇൻകത്തിലെ ഇൻകം അഗ്രഗേറ്റ് ചെയ്തിട്ട് ആ ടോട്ടൽ ഇൻകത്തിനാണ് നമ്മൾ സാധാരണഗതി ടാക്സ് അടക്കാറുള്ളത്. പ്രധാനമായിക്കൊണ്ടും 5 ഹെഡ്സിലാണ് നമുക്ക് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് ഹെഡ് ഇൻകം ഫ്രം സാലറി, സെക്കൻഡ് വൺ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ആൻഡ് തേർഡ് വൺ ഇൻകം ഫ്രം
business and profession. Fourth one, income from capital gain. And fifth one, income from other sources. These are the main heads of income for payment of income tax.